മലപ്പുറം രാഷ്ട്രീയത്തെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട പേരാണ് ടി.കെ. ഹംസയുടേത്. ഇടതുപക്ഷത്തിൻ്റെ തുറുപ്പ് ചീട്ടായ ഹംസയ്ക്ക് പക്ഷേ ഇത്തവണ ടിക്കറ്റ് കിട്ടിയില്ല. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയെ ഭയപ്പെടുത്താതിരിക്കാൻ മത്സരിപ്പിച്ചില്ല. 2004 മഞ്ചേരിയിൽ പൊട്ടിച്ച ബോംബെങ്ങാനും മലപ്പുറത്ത് പൊട്ടിച്ചാൽ തീർന്നില്ലേ കണക്കുകൂട്ടലുകൾ. എന്നാലും ചില കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ട് ടി.കെ. ഹംസയ്ക്ക്. വിജയത്തിൻ്റെ പ്രതീക്ഷയില്ലാത്തൊരു തെരഞ്ഞെടുപ്പില്ലല്ലോ. വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ വിഭാഗവും പ്രവർത്തിക്കുക. നമ്മൾ ഇടതുപക്ഷ മുന്നണിയും സ്ഥാനാർത്ഥിയും അങ്ങനെ തന്നെയാണ്. അല്ല, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിജയം ഉറപ്പിക്കാനുള്ളൊരു പുറപ്പാടിലാണ്. ആ വിജയം ഉറപ്പിക്കാനുള്ള പുറപ്പാടിൻ്റെ കാരണം പിണറായി വിജയൻ അദ്ദേഹത്തെ ഭയപ്പെടുന്നു പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ആ പല കാരണങ്ങൾ കൊണ്ട് ഭയപ്പെടുന്ന സാഹചര്യത്തിലുണ്ടായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയെ തകർക്കുന്നതിന് വേണ്ടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസ്താവന. ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഈ കേരള ഗവൺമെൻറ് വിലയിരുത്തലായിരിക്കും എന്നാണ്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇത് വിലയിരുത്തുന്നുണ്ട്. കാരണം പിണറായി വിജയൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും കൂട്ടുകെട്ടിനെ തകർക്കാനും ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ ഈ സർക്കാരിനെ ജനങ്ങൾ നിരാകരിക്കുകയാണെങ്കിൽ വീണ്ടും വേണമെങ്കിൽ ആ പദവിയിലേക്ക് എത്താമെന്നുള്ളൊരു ധാരണയോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കേരള ഗവൺമെൻറ് വിലയിരുത്തലായിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഇന്റേണൽ പ്രശ്നങ്ങളുണ്ട്. CPM ആ പ്രസ്താവനയ്ക്ക് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ആരും എന്തും പറഞ്ഞാൽ പ്രതികരിക്കുക എന്നൊരു നയം ഇല്ല. പ്രതികരിക്കാൻ ആവശ്യമായ ഒരു സംഗതി പറഞ്ഞാൽ തർക്കമില്ല. വെറുതെ ഇങ്ങനെ നുണ വിളിച്ചു പറയണതിനൊക്കെ പ്രതികരിക്കാൻ നമുക്ക് വേറെ പണിയില്ലേ? കേരളം എങ്ങോട്ട് പോകുന്നു? സംസ്ഥാന സമ്പന്നമായ കേരളം ഇന്ന് നാണിച്ച് നിലവിളിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു. ഗവൺമെന്റ് ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണ പരാജയമാണ് എന്നത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്നുള്ള ആവശ്യം കൂടി ഞാൻ മുന്നോട്ട് വെക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു പ്രതിരോധമില്ല. സംസ്ഥാനത്തെ ഭരണത്തിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിൽ പ്രതിഫലിക്കും, ഗുണം ചെയ്യും. തെറ്റ് ചെയ്താൽ തെറ്റ് ആയിട്ട് ജനങ്ങൾ കാണും. ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാനത്ത് ഇപ്പോൾ വന്ന ഗവൺമെൻറ് 8-9 മാസമായിട്ട് ചെയ്തു വരുന്ന നല്ല കാര്യങ്ങളിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അഴിമതി ഇല്ലാത്തൊരു ഗവൺമെൻറ്, എല്ലാ പെൻഷനുകളും കൊടുത്തു തീർത്ത ഭരണകൂടം, 2 കൊല്ലമായി UDF കൊടുക്കാത്ത എല്ലാ ക്ഷേമ പെൻഷനും കൊടുത്തു തീർത്തല്ലോ. ഈ വരൾച്ച മുഴുവൻ ഉണ്ടായിട്ടും പവർ കട്ട് ഞങ്ങൾ പറയുന്നില്ലല്ലോ. പവർ കട്ടില്ലാതെ ഭരിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്റാണിത്. വരൾച്ച വന്നിട്ടും അത് ഇത്ര രൂക്ഷമായ വളർച്ച. അപ്പം ഇതൊക്കെ ജനങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കും. LDF ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കല്ലേ വേണ്ടത്? അല്ല പിന്നെന്താ വേണ്ടത്? കാരണം ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന് ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തലാണെങ്കിൽ അവർക്ക് പരാജയമുണ്ടായാൽ അവർ ചെയ്യേണ്ടത് എന്താണ്? എന്തെങ്കിലും ഗവൺമെൻറ് രാജിവെക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. അങ്ങനെയൊന്നും ഒരു നിയമമില്ല, അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഒരു സത്യം പറഞ്ഞു എന്ന് മാത്രം. അത് ജയവും പരാജയത്തെ ബന്ധപ്പെടുത്തിയിട്ടല്ല. രാജിവെക്കലും ഭരണം നിലനിർത്താനുള്ളതല്ല പ്രസ്താവന. ഭരണം മാറിയതിനു ശേഷമുള്ള നല്ല കാര്യങ്ങളിൽ ജനങ്ങൾക്കുള്ള അഭിപ്രായം രൂപപ്പെട്ടു വരും എന്ന പ്രതീക്ഷയാണ് ആ പ്രസ്താവനക്കടുത്ത്. അതിനിടയിൽ TP കേസിലെ പ്രതികൾക്കും നിഷാമിനുമെല്ലാം ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാരിൻ്റെ ഏർപ്പാടിനെക്കുറിച്ച് ഹംസക്കായെ ബോധിപ്പിച്ചു. മറുപടി ഇപ്രകാരമായിരുന്നു. CPMൻ്റെതായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടും ഭരണപരമായ നയപരിപാടികളുണ്ട്. അതിൽ പഴയ പല സർക്കാരുകളും ചെയ്ത ഒരു പ്രവൃത്തി തന്നെയാണിത്. ചില ആളുകളെ മാപ്പ് കൊടുത്ത് വിട്ടയക്കല്, ജയിലിലുള്ളവരെ. അതിന് ഒരുപാട് അന്വേഷണവും തെളിവും റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടാണ്. അല്ല രാഷ്ട്രീയ താല്പര്യം നോക്കിയിട്ടല്ല ചെയ്യല്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ, ചന്ദ്രബോസ് വധക്കേസിലെ നിസാം, ഇവരൊക്കെ വിട്ടയക്കണമെന്ന് ഏത് റിപ്പോർട്ടിലാണ് ഉണ്ടാവുക? ആരാണ് അത് അംഗീകരിക്കുക? ആരാണ് ഈ പട്ടികയിലുള്ളത്? ഞാൻ മറുപടി കേൾക്ക്, ചാടി കളിക്കല്ല. പറയണത് കേട്ടിട്ട് പിന്നെ ചോദിക്ക്. TP ചന്ദ്രശേഖര വധക്കേസിലും കാനായി രാജന്റെ കേസിലും കള്ളക്കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്തവരെ പ്രതിയേർത്തിട്ടുണ്ട്. ഞാൻ 2 കേസിൽ പ്രതിയാണ്. ഇന്നെപ്പോലത്തെ ശുദ്ധഗതിയേറ്റ് നടക്കണമല്ലോ ആരാ ഈ നാട്ടിൽ? ഞാൻ ഈ മലപ്പുറം കോടതിയിൽ പ്രതിയാണെന്ന്. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ശിക്ഷയുടെ കാലാവധി തീർന്നതാമോ? തീർന്നു. പക്ഷെ ഒരുത്തന്നെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. 2 ഔൺസ് ദശമൂലം. അരിഷ്ടം കഴിക്കുന്നുണ്ട്. അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷില്ലേ,
അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇങ്ങോട്ട്. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? അല്ല, ഞാൻ ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ. ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. അമ്മായി കള്ളക്കേസെടുത്ത കള്ള ഭരണകാലത്തുണ്ടായ നടപടികളെ തിരുത്താനാണ് ഈ ഗവൺമെന്റ് വന്നത്. അപ്പൊ സുന്ദരമായിട്ട് വിടുന്നോലെ വിടും, കയറ്റുന്നോലെ കയറ്റും. ചോദിച്ചോ. ഇനി അതിന് പിണറായിനാക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്യുതാനന്ദനാക്ക് നിന്ന് അവർ അടങ്ങോറ് തീർന്നു കിട്ടും. എന്താ ശരിക്കും നിങ്ങൾ ഈ ഇടക്കിടക്ക് കോലിട്ട് തിരികെ ഒഴിവായി കിട്ടുമെന്ന് അയാളെ ആക്കുക. നമ്മൾ കുടുങ്ങിയ നേരത്തൊക്കെ കോലിടുന്നത് ആളല്ലേ, അത് പറയാൻ ഒരു മടിയിരിക്കില്ല. എപ്പോഴൊക്കെ പാർട്ടിക്ക് അപകടം വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു പ്രശ്നമില്ല. ഈ 80-ാം വയസ്സിലും ഒരംഗത്തിനിറങ്ങി കുഞ്ഞാലിക്കുട്ടിയെ വിറപ്പിക്കാനുള്ള യൗവനത്തിലേക്ക് ഹംസ തിരിച്ചു വന്നിരുന്നു. അതിന് വഴിവെച്ചതും പാർട്ടി തന്നെയായിരുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഹംസക്കായെ വിളിച്ചുണർത്തി സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പിടിച്ചിട്ടു. പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ മുഖത്തെ നീരസം കണ്ടപ്പോൾ പാർട്ടി തന്നെ പറഞ്ഞു കിടന്നുറങ്ങിക്കൊള്ളാൻ. അതോടെ ഒന്നും തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിലാണ് ടി കെ ഹംസ. വീണ്ടും ഇടവേളയാണ്. തിരിച്ചു വരുമ്പോൾ മാറ്റില്ലാത്ത മന്ത്രിസഭ.